ഹായ് ഗൈസ് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതായത് കുറേ ആയി ഞങ്ങൾ ചെയ്തിട്ട് അതുപോലെ തന്നെ കുറേ ആയിട്ട് ഇപ്പോൾ കമൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു വീഡിയോ കൂടെയാണ് ഒരു ഡൈനർ ലൈഫ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഡൈനർ ലൈഫാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം, എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 11:30 ആയിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ എണീറ്റിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വാവച്ചി ചിങ്ങട് എണീറ്റിട്ടില്ല, ഉറക്കമാണ്. അപ്പോൾ ചിങ്ങടിൻ്റെ ഉറക്കത്തിൻ്റെ ഒരു സീനൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നില്ല, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വാവച്ചി എണീറ്റിട്ട് ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ വാവച്ചി ചിങ്ങടെ ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ എണീറ്റ് ഇങ്ങനെ പുറത്ത് വന്നിരുന്നാണ്. ഈ സമയത്ത് പുറത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിച്ച്. എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിൽ നല്ല ചൂടടിക്കുന്ന സമയത്ത് ഇവിടെ ഈവനിങ്ങും അതുപോലെ തന്നെ രാത്രിയൊക്കെ ഇരിക്കാൻ അടിപൊളിയാണ്. പക്ഷേ രാവിലെ സമയത്ത് ഇവിടെ ഇരിക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാവിലെ ഇരിക്കാറില്ല. ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലിരുന്ന് ഇനി സൗണ്ട് ഉണ്ടായിക്കോ ആവശ്യം എണീക്കണ്ടെന്ന് വെച്ചിട്ട് പുറത്ത് വന്നിരുന്നാണ് ഗൈസ്. അപ്പോൾ ഞാൻ എണീറ്റു, പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് കൊടുക്കണം. ലീസയ്ക്ക് അതുപോലെ തന്നെ പൂച്ചക്കുട്ടികൾക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ലീസയ്ക്ക് ഇവിടെ സൈഡിൽ ഫുഡ് വെച്ചിട്ട് ഇവിടെ കെട്ടിയിട്ടാ. അപ്പോൾ അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് കൂട്ടിലാക്കും. കഴിച്ചപ്പോൾ അവർക്കും ഫുഡ് കൊടുത്തു, അവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരോട് സെറ്റാക്കിയിട്ടാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വാവച്ചിനും ചിങ്ങടിയും കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, വായിച്ച് ചിങ്ങടോട് ഉറക്കത്തിലാണ്. അതായത് ചിങ്ങടു ഇളകുന്നത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ തന്നെയാണ്, പക്ഷേ ആൾ പാൽ കുടിക്കാൻ വേണ്ടി എണീക്കുകയാണ്. അപ്പോൾ അതാണ് ആ ഇളകൽ കാണുന്നത്. വായിച്ച് ഉറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് കുറച്ച് നേരം കൂടി ആവും എണീക്കാൻ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ചിങ്ങടു ഇന്നലെ ഉറങ്ങാൻ വൈകിയതുകൊണ്ട് മൊത്തം കളിച്ചിട്ട് കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നത്. അത് രാവിലെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഉറക്കം മൊത്തത്തിലെടുത്ത് വയ്ക്കാനും ഞാനൊന്നും നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമയത്താണ് അത് ചെയ്യാറ്, എണീറ്റിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് അടുക്കളയിൽ പോയിട്ട് നമുക്ക് നീ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള കേസ്. അപ്പോൾ അടുക്കളയിൽ പോയിട്ട് ഫുഡും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുറച്ച് എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഫോണിൽ തീരെ ചാർജില്ല. ഇപ്പോൾ ഫോൺ ചാർജ് ചെയ്തിട്ട് ഞാനതൊക്കെ ചെയ്തില്ല. അപ്പോൾ ബാക്കി ഇങ്ങോട്ട് എണീക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്നുകൊണ്ട് എടുക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും വെയിറ്റ് ചെയ്ത് ഞാൻ വേഗം പോയിട്ട് അതൊക്കെ ചെയ്തിട്ട് വരാം. ഗൈസ് അങ്ങനെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് അടുക്കളത്തെ. അപ്പോൾ വാജി നിങ്ങൾ എണീറ്റിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഉറക്കം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 2:19 ആയി ഗൈസ്. ഞാൻ ഏകദേശം ഒരു 11:30 വീഡിയോ എടുത്തിട്ട് അവസാനിപ്പിച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫോൺ ഏകദേശം ചാർജ് പോയി. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2:19. ഇത്രയും സമയത്ത് എണീറ്റില്ല, കാരണം നല്ല ടയേർഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയാണ് ഉറങ്ങണം, 6 മണിയൊക്കെ ആകുമ്പോഴായിട്ട് ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ട് എണീറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഏകദേശം ചോറിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കറി ഇവിടെ ഉണ്ട്. പിന്നെ ഇന്നലത്തെ ചോറ് വെച്ചതിൻ്റെ വന്നിട്ട് തിളപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതണ്ട അതുകൂടെ തിളപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആഴ്ച എണീക്കുമ്പോഴും ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്നാവും. പിന്നെ അത് പിന്നെ അരിയിട്ട് തന്നെ അതിൻ്റെ വഴിക്കാനെ പോകുമല്ലോ. ആഴ്ച എനിക്കാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എണീച്ചൊക്കെ റെഡി ആകുമ്പോഴും ഫുഡ് കഴിക്കാനുള്ളതൊക്കെ സെറ്റാവും. അപ്പോൾ ആഴ്ച എണീക്കാനായിരുന്നു ഏകദേശം ഒരു 3 മണിൻ്റെ ഉള്ളിലൊക്കെ എണീക്കുക, ചിലപ്പോൾ 2 മണിക്ക് എണീക്കും. അപ്പോൾ ഞാൻ എന്തായാലും എണീറ്റിട്ട് ബാക്കി കാണിച്ചു തരട്ടെ ഗൈസ്. അപ്പം ഞാൻ ഉറങ്ങി അടിച്ചു കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 3 മണിയായി. എൻ്റെ തൊണ്ടിൽ കിച്ച് വെച്ചാറിട്ട് ഗൈസ്. ഇപ്പം മഞ്ഞല്ല, കാരണം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകണം വേണ്ടി ഞാൻ ബേബിൻ്റെ അടുത്ത് കുട്ടീനെ നോക്ക് വേണ്ടിട്ട് പോയതാണിട്ട് ഗൈസ്. കഴിച്ചിട്ട് കുട്ടീനെ നോക്കാൻ പറഞ്ഞിട്ട് കുട്ടീൻ്റെ കൂടെ കിടന്ന് ഉറങ്ങണ്. തലവേദനയാണ് ഗൈസ്. 2-3 ദിവസമായിട്ടാണ് ഹോസ്പിറ്റലിലുള്ള സമയത്ത്. കുറേ ആയാ ഹോസ്പിറ്റലിലുള്ള സമയത്തില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബേബിക്ക് തലവേദനയാണ്. എന്തിൻ്റെ തലവേദനയാണെന്ന് ആർക്കറിയാം. ഇങ്ങോട്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇപ്പോൾ കിടന്ന് ഉറങ്ങും, എന്നിട്ട് രാവിലെ വരെ ഇരിക്കും. ഇന്നലെ നല്ല സമയമായി ഉറങ്ങാൻ. നല്ല സമയം കൂടെ നല്ല സമയം. എത്ര മണിയായി എനിക്കറിയില്ല, പക്ഷെ 5 മണി 5:30 കഴിഞ്ഞു. വേവാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അടിക്കാൻ കേട്ടോ. എനിക്ക് ഭ്രാന്ത് വരിക. ചിങ്കടൂന് ഫുഡ് കൊടുക്കണം, പിന്നെ എന്താണ് അപ്പിയിട്ട് പറഞ്ഞാൽ അല്ലേ. ഇപ്പോൾ ഹോസ്പിറ്റലിലായാലും പിന്നെ ഫുഡ് ഞാനാണ് കൊടുക്കണം കേട്ടോ. കാരണം ഞാൻ കൊടുത്താലേ കഴിക്കണുള്ളൂ. വേഗം കൊടുത്താൽ കഴിക്കണില്ല.
എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട്, നല്ല സീന്, തൊണ്ടയൊക്കെ ഒരു മാതിരി. ഇനി എനിക്ക് വന്നിട്ട് ഇനി റിട്ടേൺ ചിങ്ങൂരിന് വരുമോ? ഇല്ലല്ലേ, കുഴപ്പമില്ല. പിന്നെ ചിങ്ങടൂരാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ടിട്ട് രാത്രി. പക്ഷേ ഈ ജലദോഷം തുമ്മൽ വിട്ടു. ഇനി എനിക്ക് പല്ല് തേക്കാനുണ്ട്. ഞാനാണെങ്കിലും ഇന്നലെ ലേറ്റായിട്ട് ഉറങ്ങിയതല്ലേ. അപ്പം ശരിക്കും ഞാൻ നേരത്തെ എണിച്ച് പറഞ്ഞ കുട്ടീനെ എന്തെങ്കിലും നേരത്തെ എണിപ്പിക്കുക. പക്ഷെ എനിക്ക് ഉറക്കത്തിൻ്റെ കൺട്രോൾ കിട്ടുന്നില്ല. 3 മണി ഇപ്പം തന്നെ ഏകദേശം സമയം പോയതേ അറിഞ്ഞില്ല. ഇനിയിപ്പോൾ എവിടെയാണ് സമയമുള്ളത്? പല്ല് കഴിച്ച് ഫുഡ് കഴിച്ച് അങ്ങനെ ആകുമ്പോഴത്തേന് ഏകദേശം വൈകുന്നേരമാവും. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഒന്നിനും സമയമില്ല. അപ്പം എന്തായാലും ഞാൻ പോയി പല്ല് വയ്ക്കട്ടെ. അതാ മതി 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 മതി. ഇതാണ് ബേബിൻ്റെ കുഴപ്പം. അങ്ങനെ മതി. ഓ, കുട്ടീനെ മാത്രമേ എപ്പോഴും കെട്ടിപ്പിടിച്ച് നോക്കും ബേബി. അതന്നെ ഞാൻ പറഞ്ഞത്, റൂമിലേ കിടക്കണില്ല. വന്നോ ചിങ്കുടുവിനെ ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിക്കും. സെറ്റിൽ കിടന്നത് പുറത്തേക്ക് വന്നത് തലവേദന ഉണ്ടായിരുന്നു. തലവേദനയുടെ ഷോപ്പിനായി കഴിച്ചു. അതിന് ശേഷം ഉറക്കം പോയി. പിന്നെ രാവിലെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ കിടക്കുക. പിന്നെ എനിക്ക് നോക്കുന്ന സമയമായിരുന്നു രാവിലെ നേരം വിളിച്ച്. പിന്നെ അതുപോലെ എന്താണ്, കല്യാണം കഴിഞ്ഞ ഒരിതാണ്, കുട്ടിയായ വേറൊരിതാണ്. കുട്ടിയായി കഴിഞ്ഞ പിന്നെ നമ്മളെയൊന്നും അധികം മെയിൻറ്റില്ല. അതൊന്നുമല്ല, അതൊന്നും സംഭവം കൂട്ടുന്നത് നല്ലുണ്ട്. ഇപ്പോൾ അപ്പം അതൊന്നും ചിങ്ങ പണിക്കുണ്ടാവാത്ത ആൾക്ക് കിടക്കണം. ഞാൻ അല്ല പൊട്ടാ, ഞാൻ അതല്ല പറഞ്ഞത്. അതായത് ഇപ്പോൾ രാവിലെയൊക്കെ എണിച്ച് പറഞ്ഞാൽ ആദ്യം കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യം വാവച്ചി കണ്ടുവരും. വാവച്ചി എണിച്ചാ, വാവച്ചി അങ്ങനെ വാവച്ചി. ഇപ്പോൾ ചിങ്കടു ആയതിനു ശേഷം വാവച്ചി എന്നുള്ള വേടേ കാണാനില്ല. ചിങ്കടു പൊന്നി സത്തേ പൊന്നു കൊണ്ട് വരും. എന്നിട്ട് അണിച്ച് ചിങ്കടൂരി എടുത്തും കൊണ്ട് പോവും. എനിക്കൊന്നും തോന്നില്ല, ഉള്ളത് തന്നെ അയ്യ. അപ്പോൾ ഗൈസ് എന്തായാലും പല്ലൊക്കെ തേക്കിട്ടിട്ടാ. ഇന്നത്തെ സ്പെഷ്യൽ മീനാണ് കേട്ടാ. അപ്പോൾ പറയണ്ടേ ഗൈസ്? അപ്പോൾ ഇത്ര നേരം ബേബ് ഉറങ്ങുകയാണ്. വിളിച്ചിട്ടും എണിക്കണില്ല. ഇത്ര നേരം എന്നിട്ട് ഫുഡ് എടുത്തിട്ട് പോയി 2-3 പ്രാവശ്യം വിളിച്ചിട്ടാണ് ഇല്ലാട്ടെ ഗൈസ്. ഞാൻ പല്ല് കഴിച്ചിട്ട് ചായ വെച്ച് 2:19 ഞാൻ വീഡിയോ എടുത്തിട്ട് പോയതായിട്ടുണ്ട്. 3 മണിയായിട്ട് തലവേദന, നല്ല തലവേദന. ഹോസ്പിറ്റലിൽ പോവാ. കിടന്നപ്പോ സമാധാനം. ചിങ്ങട് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചിങ്ങട് ഒന്നും എണിക്കുന്നില്ല. ഞാൻ കൂടുതൽ വിളിച്ചിട്ട് എണിക്കുന്നില്ല. 3 മണി ആയി. എന്നിട്ട് അതങ്ങനെ ഇന്ന് രാത്രി കളിച്ചിട്ട് ഇരിക്കേണ്ടതല്ലേ. ഇതാ ഫുഡ് കഴിക്കാൻ പോവാ. വൈകിട്ടാണ് ഫുഡ്. ഇഡ്ഡലിയും ചായയും ചട്നിയും. ബേബി ഇതാണ് ഞങ്ങളുടെ എന്താണ് മോർണിംഗ് ഫുഡും നോൺ ഫുഡും ഈവനിങ് ഫുഡും. മോർണിംഗ് ഫുഡ് ഇല്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഫുഡായിട്ട് കഴിക്കുന്നെങ്കിലും അതിന് പഴമോ എന്തെങ്കിലും ഞാൻ കഴിക്കും. പിന്നെ മോരും വെള്ളം, കാരണം ചൂട് തിന്നാൽ ചായ കുടിക്കും. ഇല്ല, ചായ ഞാൻ കുടിക്കില്ല. ഇന്നാണ് കുടിച്ചത്. തലവേദനിച്ചിട്ട് ഞാൻ കട്ടൻ വെച്ച് കുടിച്ചു. ശരി ഗൈസ്, അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. എണീറ്റൂട്ടാ. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചിങ്ങട് എണീറ്റിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. എന്നിട്ട് ഉറങ്ങിയിട്ട് പിന്നെയും കഴിക്കാൻ വേണ്ടി പോയപ്പോൾ എണീറ്റു. ചിങ്ങടു ഇവിടെ നോക്ക്. ആരാണത്? ആര് പൊന്നു കാട്ടിയത്? പറയുന്നുണ്ട് വായുന്നുണ്ട് ഡാഡാന്ന്. ഇപ്പൊ ഫീഡ് ചെയ്തിട്ട് പോയുള്ളൂ. ഞാൻ കഴിച്ചിട്ടില്ല. വേവ് കഴിച്ചു. ഞാൻ കഴിച്ചിട്ട് 1 ആവുമ്പോഴേക്കും അവിടെ തുടങ്ങി.
എന്താ കിടക്കുന്നത് ചിങ്കടു ആര് കാട്ടി എന്താ ഡാഡാന്ന് പറയുന്നത് അമ്മ എന്നായിരുന്നു അതിനെ ഡാഡാന്നാക്കി എടുത്തു കഴിച്ചിട്ട് വാ രാജിനോട് കഴിക്കാൻ ആക്കി ഞാൻ കഴിച്ചു അപ്പോൾ ചിങ്ങനൂനെ എടുത്തുട്ടാ ഇപ്പോൾ വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതും ആള് കുറച്ച് ഇതായിരുന്നു വരലും കാര്യങ്ങളൊന്നുമില്ല അവിടെ നിന്ന് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് അപ്പോൾ കുറച്ച് ശരിയായി വരുന്നല്ലേ മീമി എവിടെ മീമി എവിടെ കുഞ്ഞോ മീമി കാണിച്ചതായിരിക്കും മീമി എവിടെ ആ മതിയായില്ല ഉറക്കം ഇട്ടേരാണെങ്കിൽ ഉറക്കം മതിയായില്ലേ മീമി എവിടെ ആ മീമി ഇതാ മീമി എവിടെ ഇതാ മീമി എവിടെ ഉറക്കം മുമ്പിലാണ് ഗൈസ് അപ്പോൾ വാവിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാ അപ്പോൾ ചിങ്കുളൂന് ഫുഡ് കൊടുക്കണല്ലോ കഞ്ഞിയാണ് കേട്ടോ കൊടുക്കണത് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കൂള കൊടുക്കുക ഇപ്പം അതെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പോൾ ഇതിപ്പോൾ അവിടെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ എടുത്ത് തന്ന കഞ്ഞിയല്ലോ കഞ്ഞി കൊടുക്കാണ് പഴയ ചോറ് ചൂടാക്കും ചില സമയത്ത് ഞാൻ കഴിക്കും ഇല്ലെങ്കിൽ ലിച്ചയ്ക്കൊക്കെ കൊടുക്കാൻ യൂസ് ചെയ്യും പഴയ ചോറ് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ളതല്ല ഗൈസ് അതായത് നമ്മൾ പുതിയ ചോറ് വയ്ക്കുമ്പോൾ ഉള്ളത് പഴയ ചോറ് അങ്ങനെ അല്ലേ അപ്പോൾ എന്താണ് ചിങ്ങലൂനെ കൊടുക്കാറില്ല അങ്ങനെ ഞാൻ ചില സമയത്ത് കഴിക്കും അങ്ങനെ അപ്പോൾ ഇതാ അതെന്താ പാപ്പുട്ടി ടടേ അതാ കാറിൻ്റെ സൈഡ് കേട്ടോ ഒരു സംഭവം കിടക്കുന്നുണ്ടാ കറുപ്പ് കളർ അതിനാണ് പാപ്പുട്ടി പറയുന്നത് പല്ലിക്കാട്ടോ പാപ്പുട്ടി പറഞ്ഞാൽ അതായത് പ്രാണികളെന്ന് വായിച്ചു പാപ്പുട്ടി പറയുന്നത് പാപ്പുട്ടിയല്ല മമ്മൂട്ടി പറ ചിങ്ങടോ കാറ്റ പോവാ എന്താണ് ചോറ് പറ്റിയ റിമോട്ടിൽ പെട്ടു കാര്യമായിട്ട് കണ്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ രാവിലെ വെച്ചിട്ട് ഓർമ്മയുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ നോക്കുന്നിട്ട് ഇങ്ങനെ വിങ്ങല് വരിക ഒരു വിങ്ങല് വരിക ആൾക്ക് ഓർമ്മ വന്നിട്ട് അതായത് അത് പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നെങ്കിൽ ഇല്ല പറഞ്ഞിട്ടില്ല അല്ലേ അതായത് ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മുതൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രിപ്പ് ഇടാനാണെന്നുണ്ടെങ്കിലും ചിങ്ങൂനെ പിടിച്ച് വെച്ചിട്ട് പിന്നെ എക്സ്റേ എടുക്കാൻ പോകുന്ന ടൈമിലാണ് എൻ്റെ അടുത്തും ആവശ്യമെടുത്തും കൈയും കാലും പിടിക്കാൻ പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ചിങ്ങൂനൊരു കഴിയണ്ട അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പിടിക്കണം പറഞ്ഞു പിടിച്ചു അതിനുശേഷം ട്രിപ്പ് കയ്യിലിടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അവർ കൊണ്ട് അതിന് പിടിച്ചു അങ്ങനെ പിടിച്ചിട്ട് മൂപ്പർക്ക് ഒരു ഇറിറ്റേഷൻ കിട്ടി അതൊന്നും മാറി കിട്ടാൻ കുറച്ച് പണി വേണം അതിങ്ങനെ ഓർമ്മ വരികയാണ് ഇടയ്ക്ക് അതെ മമ്മ കഴിക്ക് ബ്ലഡ് കൊടുത്തിട്ടുണ്ട് പറയും പോലെ അതൊരു കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ടൊരു ഇറുക്കലൊരു ഇത് കിട്ടിയതുകൊണ്ട് ആൾക്കത് വിടുന്നില്ല അതന്നെ ഞാൻ പറഞ്ഞത് അവനൊക്കെ മെറ്റലായിരുന്നു പറഞ്ഞത് അതെ ആവി പിടിക്കാൻ വരുന്നതും എല്ലാം കൂടി ആൾക്കൊരു എന്താ പറയുക മെൻ്റലി കുറച്ചൊരു ട്രോമ പോലെ കിട്ടി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മ വരികയാണ് ഇപ്പോൾ എണീറ്റിട്ട് കുറച്ച് നേരം ഒന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് ആക്റ്റീവായാൽ പിന്നെ അത് മറക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ ഓർമ്മ വരുന്നു ചിങ്ങുവിന് വെറൈറ്റി സാധനങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നത് ആ ഗ്യാപ്പിൽ ഫുഡ് കൊടുക്കുക അതായത് കളിപ്പാട്ടങ്ങളൊന്നും ഇഷ്ടമില്ല അത് വാവിച്ചിന് പറയേണ്ടത് വാവിച്ചാണ് അത് കാണിച്ചു കൊടുത്തത് കേട്ടോ അതുകൊണ്ട് പിന്നെ ആൾക്ക് അതാ പറ്റുന്നുള്ളൂ ഇവിടെ കുട്ടികളുടെ സാധനങ്ങൾ മേടിക്കല് കുറച്ച് കുറവാണ് സത്യം അവൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ യൂസ് ചെയ്യാം കാരണം ഞങ്ങളുടെ ചാർജറും പിന്നെ കീ മണ്ണിന്റെ കീ അത് പോയതിനാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഷീറ്റില്ലേ ഈ ഷീറ്റ് ചിങ്ങുവിന് വേണ്ടി മേടിച്ചായിരുന്നു കേട്ടാ അപ്പൊ ഇത്
അതിന് ഞാൻ പറയാൻ വന്നത്, അതായത് ടെയിൽസിൽ നടക്കുമ്പോൾ കാലം ഒട്ടിയിട്ട് വരാത്തൊരു പ്രശ്നമുണ്ട്. അതായത് സ്റ്റാർട്ടിങ് നടക്കുന്നവർക്ക് ഇതിൽ നല്ല ഗ്രിപ്പുള്ളതുകൊണ്ട് നടക്കാൻ നല്ല യൂസ്ഫുൾ ആയിരുന്നു ചിങ്ങടൂന്. വാക്കർ അധികം യൂസ് ചെയ്തിട്ടില്ല. അതിന് വാക്കർ യൂസ് ചെയ്യുന്നത് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അധികം മേടിച്ചു, പക്ഷെ അധികം യൂസ് ചെയ്തില്ല അല്ലേ അവൻ. ചിങ്ങടു ഇതിലാണ് ശരിക്കും നടന്നത്. ഈ ഷീറ്റ് നല്ല ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഈ ടൈൽസിലാകുമ്പോൾ നമ്മുടെ കാലം ഒട്ടിയിട്ട് എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ അവൻ. അങ്ങനെതാ ഇവിടാണെങ്കിലും എല്ലാവരും കുറച്ച് പോവൽ കുറവ് തന്നെയാണ്, ആദ്യത്തെ പോലെ അല്ല. ഒന്ന് സെറ്റാക്കി എടുക്കണമെങ്കിൽ കുറച്ച് അതെ. അല്ല ഇപ്പൊ ഒന്നും ബെറ്റർ കേട്ടാ. എൻ്റെ അടുത്തൊന്നും വരവേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വരാനൊക്കെ തുടങ്ങി, ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി, ഒന്ന് ആക്റ്റീവായി വന്നു ആള്. ശരിയാവും. ചിങ്ങടോ ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ. ഏടാ ഇപ്പൊ ഹായ് കിട്ടിയില്ലേ? ഹോസ്പിറ്റലിലുള്ള ഇത് മാറിയില്ല. ഇടയ്ക്കൊരു ചുമ വരുന്നുണ്ടാ. ആ മനസ്സിലായിട്ടാ അമ്പട വിളവി. ഹായ് ഈ ചിരി ഇങ്ങനെയല്ല, ഒരു ഈയോട്ടൊരു ചിരിയാണ്. ബേബിയാ എന്നെ വായിച്ച് വിളിക്കാന്നിട്ട് വിളിക്കാം കേട്ടാ. എവിടേക്കാ പൊന്നു പോണ്? അതാ അയാൾ വരുന്നു. വിടുവാ വിടുവാ വിടുവാ. കണ്ടാ അങ്ങനെ എന്റെ നേരക്ക് തിരിച്ചു വിട്ട കണ്ടാ. ആര് കാണിച്ചു ചോദിച്ചാ ഞാൻ രാത്രി ഇങ്ങനെ പേടിച്ചു. കാരണം രാത്രി എനിക്കുള്ള ബാഗിൽ ഓടി ഓടി മതിയായി. അപ്പൊ ഇവിടെ ഇരുന്നത് ഉള്ള അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ എന്താ റൂട്ടിട്ട് വെച്ചിരിക്കുന്നത്, അയാള് വരുന്നു. കൊടുക്ക് കൊടുക്ക്. ബേബി ഇവിടെ ഉണ്ടല്ലേ. വാവേ ചിങ്ങടോ. വാവേ ഞങ്ങൾ വിളിക്കുന്നത് കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണ് ആള്. വേണ്ട ഇനിയിപ്പോൾ ആ തുണി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു തന്നില്ലേ, തുണി എടുത്ത് അടിക്കാൻ നടക്കില്ലാണ് പണി. ചിങ്ങനും ഫുഡൊക്കെ കൊടുത്ത് ചിങ്ങനുള്ള ഫുഡൊക്കെ ആക്കി ഞങ്ങൾ എന്താണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങാനുള്ളവേ. ചിങ്ങലിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങാണ്. അപ്പോൾ അത് എടുത്തു കൊടുക്കണ്ടായതുകൊണ്ട് അതെ, അപ്പോൾ അത് എടുത്തു കൊടുക്കണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ചിങ്ങടു എന്താണ് വായിച്ച് പുരി എഴുതാൻ വേണ്ടി പിടിച്ച സമയത്ത് മരുന്ന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരേ നിലവിളിയായിരുന്നു അല്ലാതെ. എന്നിട്ട് പുരി എഴുതി കൊടുത്തു, മരുന്നും കൊടുത്തു, റെഡിയാക്കി. ആ മൂക്കിൽ മാത്രം എത്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങാവേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി ലോവേ. ഞങ്ങളുടെ പഴയ പ്ലേസാണ് കപ്പിക്കാട്. അതെ ഇതോ അവിടെയാണ് എൻ്റെ വീട്. ഇപ്പോൾ പഞ്ചായത്ത് വേണം നിൽക്കാൻ നടക്കുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങളിത് സ്പോട്ടിലെത്തി. ചിങ്ങുവിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗൈസ് ലോവേ. അപ്പോൾ സമയമായി. ഇപ്പോൾ പെട്ടെന്ന് ലേറ്റ് പോകണം ഇതുണ്ട്. ഒരു 5:30 നമ്മൾ ലേറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കണം. അപ്പോൾ ഇറങ്ങിക്കോ ബാ. പിന്നെ ഞങ്ങളെപ്പോഴും ഇവിടെ എന്താണ് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ വരാമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണെങ്കിലും എന്താണ് ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ എത്തുന്ന സമയത്ത് പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഒരുപാട് നേരം നിൽക്കാൻ പറ്റും. ഇന്ന് കുറച്ച് നേരത്തെയാണ് ഗൈസ്. ഇതാ സൂര്യൻ അസ്തമിക്കുന്നുള്ളൂ, റെഡ് കളറായി അസ്തമിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്തി ലോവേ. എടുക്കാല്ലേ ചിങ്ങൻ പാപ്പ? ഹായ് പറ, ഹായ്. ആ എൻ്റെ കയ്യിൽ ടെസ്റ്റ് ഉണ്ട്. ഹായ് പറ, ഹായ് പറ. നിർത്താൻ പറയണേ. ശരി ഗൈസ്, അപ്പൊ ഞങ്ങൾ എന്തായാലും വീഡിയോ എടുക്കട്ടെ. സമയമായി, ലേറ്റ് പോയാൽ പിന്നെ കിട്ടില്ല. അതെ ഗൈസ്, അപ്പോ ചിങ്ങടൂരിന് ഫ്രെയിം വന്നതാണ് കേട്ടോ. ചിങ്ങടൂര് കാണിച്ചിട്ടില്ല. ഇത് എന്തായാലും ചിങ്ങടൂര് കാണിച്ചു കൊടുക്കുമ്പോ കാണിക്കാട്ടാ നിങ്ങൾക്ക്. ഇപ്പൊ അവര് നല്ല പാക്കിങ് എല്ലാവരും അടിപൊളിയായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
അയച്ചെടുക്കാൻ എത്ര സമയം പോയി പിന്നെ കുറേ പ്രൊമോഷൻസ് വന്ന് കിടക്കുന്നുണ്ട് ചിങ്കടൂന്, അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പിന്നെ ഇവിടെ ഒരു 2 എടുക്കാൻ വേണ്ടി വന്ന ഡ്രസ്സിൻ്റെയും ഫ്രെയിമിൻ്റെയും. അപ്പോൾ ചിങ്കടൂനെ കാണിച്ചിട്ടില്ല ഫ്രെയിമില്ലേ, അപ്പോൾ എന്താ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് കാണണമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും പോയി ടൗണിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അവിടെ വീടെത്തി ലേവി ചിങ്കട് ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല കളിക്കാൻ തുടങ്ങി. ചിങ്കട് ചിങ്കട് അപ്പു അതേ ഡാൻസ് വേദിക്ക. അമ്മമ്മ എവിടെ? അമ്മമ്മ അമ്മൂമ്മ വിളിക്കില്ല രേഖ അവളുടെ അല്ല അവളുടെ അമ്മ എന്നാ വിളിക്കുക അമ്മൂമ്മനെ. അടിച്ച് പൊട്ടിച്ചു അതിന്റെ ഒരു മണിയൊക്കെ പൊട്ടിച്ചടിച്ചു. ഇനി തരാൻ പറ്റില്ല, പൊട്ടിയതാ. വേറെ കിളിക്കുണ്ടായിരുന്നില്ല റോസ്. അത്രയും ബലമുണ്ടോ അതിനെ അടിച്ച് പൊട്ടിച്ചു. ഞാൻ കാക്കി കൊടുക്കാം, കാക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ആക്കേ എടുത്തിട്ട് വയ്ക്കോ. പോയിട്ടാ കാക്കിക്ക് കൊടുത്തു. കുഞ്ഞിപ്പെണ്ണെ അപ്പൂപ്പന് വാവ് കഴിച്ചു കൊടുക്ക്. വാവു ഇവിടെ? അപ്പൂപ്പയ്ക്കും വാവു ഉണ്ടായിരുന്നല്ലോ, അതാ നോക്കണേ. വാവു കഴിച്ചു കൊടുക്ക്. നാടപ്പല്ല അപ്പൂ കിടക്കണ നാണം വന്ന് കിടക്കുന്ന പാപ്പുട്ടി എവിടെ? അതാ എന്റെ തൊണ്ട് നിൽക്കുന്നത് പാപ്പുട്ടി. ഈ സമയത്താ കാക്കനെ വിളിക്കുക. നിറയെ കാക്കി ഉണ്ടായിരുന്നില്ലേ? കാക്ക പോയി. ഇവിടെ വന്നപ്പോഴും നല്ല കളിയാണ്. മറ്റേ കിൽക്കുന്ന വെറും ചിങ്ങുന്ന ട്രൗസറിനുള്ള ഒരേപോലെ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞത് നമ്മുടെ അടുത്ത് കൂള്. അതായത് ചിങ്ങുടു നേരെ കഴിച്ചിട്ടേ ഇല്ലട ഫുഡ്, കഞ്ഞി കൊടുത്തില്ല, അത് നേരെ കഴിച്ചില്ല. പിന്നെ അതിന് ശേഷം പഴം കുറച്ച് കഴിച്ചു. പിന്നെ ഇതപ്പോ കൂള് അമ്മയുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു. മുട്ട ഓംലേറ്റ് കാക്കി എവിടെ പോയാ? അത് മറന്നതാണ് പിന്നെ ഓർമ്മിപ്പിക്കല്ല. രാവിലെ എണീച്ചാ അതാ ഓർമ്മ, സങ്കടം വരിക, എന്നിട്ട് വിങ്ങിയിട്ടിരിക്കുക. അപ്പോപ്പി എവിടെ? ഇനി ഇവിടെ വരുമ്പോ തന്നെ ഇല്ലേ അപ്പ അമ്മ ഒക്കെ വേണ്ട വരുന്നത്. ആരുടെ പൊട്ടിച്ചത്? കോളേട്ടമ്മ. ഹലോ ചിങ്ങടൂണ്. മാമുണ്ടാ? ഓ ശരി ശരി. ചിങ്ങടൂ ഓ മാമുണ്ടില്ലേ? ചിങ്ങടൂനെ കൊടുക്കാ. മേലെ അവിടെ ഒരു ജാതി പോണു എന്താ അതിനെ നോക്കണം. നല്ല ഇഷ്ടമാണ്. അതായത് മനസ്സിലായ സോങ്ങും പിന്നെ മട്ട, ഇത് രണ്ടും അത് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ കേട്ടിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടാണ്. പാട്ട് ഓൾറെഡി വൈറലായി. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീഡിയോ എത്തിയിട്ടാണ്. അതൊക്കെ സമയം എത്രയാണ്? സമയം 10:52. ഈ ടൈമിലാണ് വീടെത്തിയത്. അപ്പോൾ അതായത് കാടൂർ പോയി ഞങ്ങൾ എപ്പോഴെങ്കിലും പോകണല്ലോ. ഇപ്പോൾ അതുപോലെ ഡെയിലി പോകാൻ പറ്റില്ല. പോണ സമയത്ത് വരയ്ക്കാൻ കയ്യിൽ എന്തെങ്കിലും കിട്ടി എടുത്ത് വരയ്ക്കാൻ പോകണം.
അപ്പോൾ പോണ സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് വരികയാണ് അതിലാവെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ഡേ അങ്ങനെയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറക്കില്ലായ്മൻ്റെ ആയിരിക്കും, BP കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മരുന്ന് തന്നിട്ടുണ്ട്, പക്ഷേ മെഡിക്കൽ ഷോപ്പ് ക്ലോസ് ചെയ്തു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ മേടിക്കാൻ പറ്റുള്ളൂ. അതായത് ഡോക്ടർ തരുന്നത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള മെഡിക്കൽ ഷോപ്പിൽ തന്നെ മേടിക്കാമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ എവിടെയും മേടിച്ചിട്ട് ബ്രാൻഡുകൾ മാറിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ മേടിക്കണം. അപ്പോൾ കുറച്ച് കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മേടിക്കാം. പിന്നെ ചിങ്കിടു ഇനിയാണ് ആക്റ്റീവ് ആവുക രാവിലെ വരെ. പൊന്നു നോക്കിതാ, ഇവിടെ നോക്ക്. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, നടന്ന് നോക്ക്. ഹായ്. കളി മൂടില്ല ആള്. ഇതാ വായിച്ചു ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണം. ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ ചോറും, അതെ ഇവിടെ ചോറും വെള്ളപ്പയർ കറിയും പിന്നെ മീൻ പൊരിച്ചത് അല്ലേ. അപ്പോൾ അമ്മ വന്നിട്ട് ബീഫ് വെച്ചിട്ട്, ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ അവിടെ, അതെ അതെ. അപ്പം നോർമലി സൺഡേകളിൽ അവിടെ ബീഫ് ചിക്കൻ എന്തെങ്കിലും എടുക്കും. അപ്പം ഇന്ന് ബീഫ് എടുത്തിട്ട് എന്താണ് ബീഫ് വെച്ചു. അപ്പം അത് കുറച്ച് കൊണ്ടുവന്നല്ലോ. അമ്മയ്ക്ക് എന്താ വെച്ചാൽ അമ്മ ഇവിടെ കണ്ടിന്യൂസ് ഇരുന്നല്ലേ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. ആട്ടം കാണിക്കാണ് ഇട്ടുകൊടുക്ക് പഞ്ഞോ. അമ്മയ്ക്ക് ഇട്ട് കൊടുക്ക്. മൂടില്ല എന്നല്ല, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് എടുത്ത് എന്തെങ്കിലും ഇതാക്കി ഇട്ടുകൊടുക്കും നോക്കട്ടെ. ഇനിയിപ്പോൾ കണ്ണിന് ചിലപ്പോൾ ഇട്ട് കൊടുക്കും. ചോദിക്കാണ്. അല്ല മനസ്സിലായിരുന്നു. വാവിച്ചില്ല. ലിപ്സ്റ്റിക് കയ്യിലെടുത്ത് പിടിച്ച് ബ്രഷ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എടുത്തിട്ട് പിന്നെ വാവിച്ചിക്ക് ഇട്ട് കൊടുക്കും. ഇടാൻ പോകും. അതെ, അങ്ങോട്ട് മരിച്ച തിരിച്ച് അതുപോലെ തന്നെ തിരിച്ചു കിട്ടും. ആളും ഇല്ലത്തിന്. എന്താ ചോദിക്കും. ചിങ്ങടോ ആര് കാട്ടി കുട്ടിനെ? അമ്മ കാട്ടിയാ? അടിയിട്ട് എന്താ ചോദിക്ക്. അടിയിട്ടും പറ പഞ്ഞോ. അടിയിട്ടും പറ. അമ്മയുടെ അടുത്ത് അടിയിട്ടും പറ. പൊഞ്ഞോ അമ്മനൊരു അടി കൊടുക്ക്. നിക്ക് നോട്ടെ. അമ്മനൊരു അടി കൊടുക്ക്. സ്നേഹം കൂടി. അമ്മനൊരു അടി കൊടുക്ക് പൊഞ്ഞോ. അമ്മനൊരു അടി കൊടുക്ക് പൊഞ്ഞോ. എന്തിനോ അതായത് ബ്രഷ് എടുക്കാനാണെന്ന് പറഞ്ഞിട്ടാ തോന്നുന്നു. ആൾ പിടുത്തം കൊടുക്കണില്ല ഗൈസ്. ഷീറ്റിന്റെ കളർ ചിക്കനും ടീഷർട്ട് കളർ പോലില്ല. വീടാ കൊടുക്കൊന്നടി. ഗൈസ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡേ ഇൻ യുവർ ലൈഫ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഡേ ഇൻ യുവർ ലൈഫ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ വീഡിയോസ് ഞങ്ങൾ ഉണ്ടാക്കിയിടുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതാവേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഇൻ യുവർ ലൈഫ് കഴിഞ്ഞ്. ഇപ്പോൾ നൈറ്റ് ഞങ്ങൾ സെപ്പറേറ്റ് വേറെ ചെയ്യാം ഗൈസ്. കാരണം ഇതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ എന്തായാലും നൈറ്റ് വേറെ ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തിൽ കാണുന്നതായിരിക്കും. ബൈ കൊടുക്ക്. ബായ് പറ പറഞ്ഞു.